ഭൂമിയിലെ സകല ഷെയ്ക്കുകളുടെയും മാതാവ് അറബി ഷെയ്ക്ക് അല്ല, കുടിക്കുന്ന ഷെയ്ക്ക്. ചരിത്രം പറഞ്ഞുതരാം. പൗരാണിക സിൽക്ക് റോഡിലൂടെ സഞ്ചരിച്ചിരുന്ന ക്യാരവാൻ സംഘങ്ങൾ തടിയുരലിൽ പ്രൂണസും ഡ്രൈ ഫ്രൂട്ട്സും കുത്തി അരച്ച് അതിനകത്തേക്ക് ഒട്ടകപ്പാലോ കുതിരപ്പാലോ ഒഴിച്ച് കുടിച്ചിരുന്നു. എന്തിനും? ദീർഘദൂര യാത്രയിലെ ക്ഷീണമകറ്റാൻ. ഇതേ പ്രൂണസ് ഇന്ന് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഇതേ പായ്ക്കറ്റി വാങ്ങാൻ കിട്ടും. വലിയ വിലയൊന്നുമില്ലെന്ന് ഒരെണ്ണം അങ്ങോട്ട് വാങ്ങിക്കുക, പൊട്ടിച്ചൊരു കൊടുക്കല്ല, എൻ്റെ പേരൻ്റാണ്, ജാറിനകത്ത് ഇടുക, ഇച്ചിരി പഞ്ചസാര ഇടുക, ശകലം പാലൊഴിച്ച് കൊടുക്കുക, കൂട്ടി ഒരൊറ്റ അടി അങ്ങോട്ട് അടിക്കുക. റെഡിയായി വന്ന ഉടനെ വൃത്തിക്ക് കഴുകി ഒരു കയ്യിലെ വിരലങ്ങോട്ട് ഇടുക, ഇച്ചിരി അങ്ങോട്ട് ഞോണ്ടി എടുക്കുക, നക്കി നോക്കുക. ഒറ്റയ്ക്ക് കഴിക്കാനാണെങ്കിൽ ഈ മെനകേട് കാണിക്കാനുള്ള, കൂട്ടത്തോടെ ആണെങ്കിൽ സ്പൂൺ ഉപയോഗിക്കുക. ശേഷം കട്ടിപ്പാൽ ഒഴിക്കുക, അല്ല ഇടുക. വീണ്ടും മിക്സിയിലേക്ക് അടിക്കുക, അങ്ങോട്ട് അടിച്ചൊരു ഇച്ചിരി അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് തുറന്ന് നോക്കുക. എന്നെ രസമാണെന്നറിയോ? ആ മണം ഒന്ന് വലിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ എടുത്ത് ഞോണ്ടി ഒരു ഇച്ചിരി അങ്ങോട്ട് കഴിച്ച് നോക്കണം. എൻ്റെ മോനെ, അൺബിലീവബിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൂണസ് നമ്മൾ മാത്രം കഴിച്ച ഒരു പുളി, ഒരു വല്ലാത്ത ചൊവ്വ, പാല് മാത്രം കുടിച്ചാൽ ഏറെക്കുറെ വേറെ രുചി. എന്നാൽ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ ഉള്ള അപാര കോമ്പിനേഷൻ കേട്ടോ, ഭയങ്കര രുചിയാണ്. ഒന്ന് ട്രയൽ അടിച്ച് നോക്കാനേ. എന്ന് വെച്ചാൽ പൗരാണിക സിൽക്ക് റോട്ടിലെ ആളുകൾ കുടിച്ചിരുന്ന സാമാനമല്ലയോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര രുചിയാണ്. ഇതിപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ, നിങ്ങളെ ചിലക്കൊന്നും ഇതൊന്നും ഇഷ്ടപ്പെടാതെ വരികയല്ല. പക്ഷേ എനിക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, അടിപൊളി, കിട്ടില്ല, സൂപ്പർ.